ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10 +1 +2 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന 8 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് അപ്രിസിയേഷൻ. സാധാരണ ഇത് +2ൽ ചിലപ്പോൾ പോയിൻ്റ് കമ്പാരിസൺ ആയിട്ട് ചിലപ്പോൾ ഒരു 95% പോയിൻ്റ് കമ്പാരിസൺ ആയിട്ട് വരാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യത്തെ മോഡൽ എക്സാമിന് അപ്രിസിയേഷൻ എന്നൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്രിസിയേഷൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻ്റെയും ആ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറിൻ്റെ തുടക്കവും ലാസ്റ്റും എഴുതാൻ പറ്റിയ ഒരു സിമ്പിളായ 4-5 ലൈൻസാണ് നിങ്ങൾ നിർബന്ധമായിട്ടും കാണാതെ പഠിക്കണം. അപ്പോൾ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരിക. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, റീഡ് ദ ഫോളോയിങ് പോയം ദ റോഡ് നോട്ട് ടേക്കൺ ബൈ റോബർട്ട് ഫ്രോസ്റ്റ് ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓഫ് അപ്രിസിയേഷൻ. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻസ് വരിക. +1ലും +2ലും നമുക്ക് ഈ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ എന്ത് വന്നു കഴിഞ്ഞാലും, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ അല്ലെങ്കിൽ നോട്ട് ഓഫ് അപ്രിസിയേഷൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാത്തിനും എഴുതാൻ പറ്റിയ, തുടക്കത്തിലും ലാസ്റ്റിലും എഴുതാൻ പറ്റിയ ഒരു 4-5 ലൈൻസാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ആൻസർ എഴുതാമെന്ന് നോക്കാം കേട്ടോ. ദ പോയം, ആ പോയം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതായത് നമ്മൾ പോയത്തിൻ്റെ പേര് കൊടുക്കുക. ദ റോഡ് നോട്ട് ടേക്കൺ, അതായത് ഞാൻ ആ ഫോർമാറ്റിൽ ദ പോയം കഴിഞ്ഞിട്ട് അവിടെ സ്പേസ് വിട്ടിട്ട് ഒരു ബ്രാക്കറ്റാണ്. ആ ബ്രാക്കറ്റിൽ എന്ത് ചെയ്യുക, പോയത്തിൻ്റെ പേരാണ് കൊടുക്കേണ്ടത്. പിന്നെ അങ്ങനെ പെന്നഡ് ബൈ, അത് എഴുതിയതാരാണ്, വെൽ നോൺ പോയറ്റിൻ്റെ പേര് ഇവിടെ തന്നിട്ടുണ്ട്, റോബർട്ട് ഫ്രോസ്റ്റ്. അപ്പോൾ മെയിനായിട്ട് 2 കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ആ ഹെഡിങ് ഉണ്ടോ നോക്കുക, അതേപോലെ തന്നെ റൈറ്ററുടെ പേരുണ്ടോ നോക്കുക. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫ് 2 ചേഞ്ചസ് ആണ്, 1 പോയത്തിൻ്റെ പേരും 2 റൈറ്ററുടെ പേരും. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫ് ഏകദേശം ഓക്കെ, ബാക്കിയെല്ലാം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അതേപോലെ എഴുതാം, ഒരു മാറ്റവും വരുത്തേണ്ട ആവശ്യമില്ല. ക്ലിയർ ആയോ? ഫസ്റ്റ് പാരഗ്രാഫിൽ 2 ചേഞ്ചസ്, 1 പോയത്തിൻ്റെ പേരും 1 പോയത്തിൻ്റെ പേരും 2 റൈറ്ററുടെ പേരും. പിന്നെ സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ ശരിക്കും എഴുതേണ്ടത്, ഈ പോയം വായിച്ചിട്ട് അതിൽ നമുക്ക് എന്താണോ മനസ്സിലായത് അതാണ് എഴുതേണ്ടത്. പക്ഷേ പല കുട്ടികൾക്കും ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഒരു മീനിങ്ങും കാര്യങ്ങളും കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത് വെച്ചാൽ മതി, അറ്റ്ലീസ്റ്റ് ഈ പോയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യും, ഒരു പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതി വെച്ചാൽ മതി. അപ്പോൾ 2 പാരഗ്രാഫ് ഓക്കെ ആയി. പിന്നെ ഫൈനൽ പാരഗ്രാഫിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു ചേഞ്ചസ് വേണ്ട, നേരെ അതേപോലെ കോപ്പി പേസ്റ്റ് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, ഫുൾ മാർക്ക് കിട്ടി. ക്ലിയർ ആയോ? ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ ഈ ഒരു വീഡിയോൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ കമൻറ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ അതിൽ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്ത് തരാൻ പറ്റും. അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറും പഠിക്കുക. അപ്പോൾ അപ്രിസിയേഷൻ എഴുതാൻ പഠിച്ചു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. സിമ്പിളാണ്. 3 പാരഗ്രാഫ്. ഫസ്റ്റ് പാരഗ്രാഫിൽ 2 ചേഞ്ചസ്, 1 പോയത്തിൻ്റെ പേരും 2 റൈറ്ററുടെ പേരും. സെക്കൻഡ് പാരഗ്രാഫ് ആ പോയം നേരെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതി വെക്കുക. പിന്നെ തേർഡ് പാരഗ്രാഫിൽ ഒരു ചേഞ്ചസും വേണ്ട, അതേപോലെ എന്ത് ചെയ്യുക, എഴുതി വെച്ചാൽ മതി. അപ്പോൾ ക്ലാസ് മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. 9846394672 ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. എനിവേ, താങ്ക് യു.